ഡെലിവറി കഴിഞ്ഞ് ഇത് കഴിക്കരുത് അത് കഴിക്കരുത് എന്നെല്ലാം നമ്മുടെ എൽഡേഴ്സ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ശരി? ഹായ്, ഞാൻ ഡോക്ടർ അസിയ മെഹറിൻ. നമ്മുടെ ബോഡിക്ക് ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ട്രിക്റ്റ് ഡയറ്റിങ്ങിന്റെ ആവശ്യമില്ല. വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ആ സമയത്ത് നോക്കരുത്. നമ്മുടെ ബോഡിക്ക് ആ ടൈമിൽ എക്സ്ട്രാ എനർജി ആവശ്യമാണ്, ഹീലിംഗിന് വേണ്ടി, മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി. സോ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. ചില വീടുകളിൽ ഡെലിവറി കഴിഞ്ഞാൽ ലേഡീസിന് നമ്മൾ നോൺ വെജ് പ്രൊവൈഡ് ചെയ്യില്ല. ഇത് തെറ്റാണ്. പ്രോട്ടീൻ നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനും നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനും മസിൽ സ്ട്രെങ്തനിങ്ങും ഒക്കെ നെസസറി ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. തണുപ്പാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അസുഖങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഇത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ അയൺ, വൈറ്റമിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്ക് ആണ്. നമ്മുടെ ബോഡിക്ക് ഈ ടൈമിൽ എക്സസ് ഫ്ലൂയിഡിന്റെ ആവശ്യമുണ്ട്. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് ഫ്ലൂയിഡ് കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മിൽക്ക് പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനുള്ള സാധ്യത വരും. ഇത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ റിലേറ്റീവ്സ് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യരുത്. എല്ലാവരും ഡിഫറെന്റ് ആണ്. നമ്മുടെ ബോഡി ടൈപ്പിന്, നമ്മുടെ ഡെലിവറി ടൈപ്പിന്, അതായത് സി സെക്ഷൻ ആണോ നോർമൽ ആണോ എന്നതിനൊക്കെ അനുസരിച്ച് വേണം നമ്മുടെ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഇനി കുഞ്ഞ് കരയുകയാണ്, കുഞ്ഞ് ഭയങ്കര ക്ലിങ്കിയാണ്, അമ്മയുടെ അടുത്തുനിന്ന് മാറുന്നില്ല എന്നീ കാരണങ്ങൾ കൊണ്ട് ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ മീൽസ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. ഫ്രീക്വന്റ് ഷോർട്ട് മീൽസ് ആണ് ബെറ്റർ. ഇനി ഇതൊരു ഹീലിംഗ് പീരീഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ സമയത്ത് വെയിറ്റ് കുറയ്ക്കാനോ നമ്മുടെ ബോഡി ബാക്ക് ടു നോർമൽ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാനോ അല്ല ശ്രമിക്കേണ്ടത്. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പീരീഡാണ്.